പശ്ചിമേഷ്യ വീണ്ടും പുകയാൻ തുടങ്ങിയിരിക്കുന്നു. 10 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ മേഖല. യുദ്ധം തുടങ്ങി 40 ദിവസം കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഏറെക്കുറെ പാലിച്ചിരുന്നു ഇറാനും അമേരിക്കയും. അതിന്റെ ബലത്തിലാണ് ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടത്. അതോടെ എല്ലാം ശമിച്ചു എന്ന് ആശ്വസിച്ചിടത്താണ് വീണ്ടും ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലും സമാധാന ശ്രമങ്ങളിൽ നിന്ന് ഇറാനും അമേരിക്കയും പിന്നോട്ട് പോകുന്നില്ല എന്നതാണ് ആശ്വാസം. എങ്കിലും സംഘർഷം രൂക്ഷമായാൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നടന്ന ചർച്ചകൾ പോലെ വൃഥാശ്രമമാകും ഇപ്പോഴത്തെ സമാധാന ചർച്ചകളും. നിലവിൽ നാളെയും മറ്റന്നാളുമായി സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ചർച്ചകളിൽ മാറ്റമില്ല. ഇതുവരെ ചർച്ചകൾക്ക് മധ്യസ്ഥം നിൽക്കുന്നത് ഖത്തറും പാകിസ്ഥാനുമാണ്. യുദ്ധത്തിന്റെ ഭാഗമായി ഖത്തറിലും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. എങ്കിലും അത് അമേരിക്കയ്ക്കുള്ള തിരിച്ചടി എന്ന ഇറാന്റെ നിലപാട് അംഗീകരിച്ചാണ് ഗൾഫ് മേഖലയുടെ മുഴുവൻ സുരക്ഷയ്ക്കായി ഖത്തർ വീണ്ടും മധ്യസ്ഥനാകുന്നത്. പാകിസ്ഥാനാകട്ടെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അവരുടെ അജണ്ട നടപ്പാക്കാനായാണ് നിൽക്കുന്നത്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാനും ആശയവിനിമയം നടത്തുന്നത് ഖത്തറുമായാണ്. പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കരാറിന്റെ ഭാവി എന്താകുമെന്ന് ആശങ്കയുണ്ട്. അതിനാൽ കരാറിനെ സംരക്ഷിച്ച് ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഖത്തറും പാകിസ്ഥാനും. കഴിഞ്ഞ വർഷം 12 ദിവസം ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതും ഇറാൻ തിരിച്ചടിച്ചതും ചർച്ചകൾ തുടങ്ങിയ ശേഷമാണ്. ഈ വർഷം ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം തുടങ്ങുമ്പോഴും ചർച്ചകൾ ഫലവത്താകുന്നു എന്ന് തോന്നിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ചർച്ചകൾ നടക്കുന്നു. ചെറിയ പൊട്ടിത്തെറികളും തുടങ്ങിയിരിക്കുന്നു. അന്താരാഷ്ട്ര വിദഗ്ധരുടെ ഇടയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് മധ്യസ്ഥരുടെ ശേഷിയെക്കുറിച്ചാണ്. ഇറാനുമായും അമേരിക്കയുമായും നല്ല ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ. ഗൾഫ് രാജ്യങ്ങളിലെ നിഷ്പക്ഷനായാണ് ഇറാൻ ഖത്തറിനെ കാണുന്നത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളോട് ശത്രുതയാണ് ഇറാന്. അമേരിക്കയാകട്ടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായും തന്ത്രപ്രധാനമായ ബന്ധം സൂക്ഷിക്കുന്നുമുണ്ട്. അതിനാലാണ് എല്ലാ ചർച്ചകളിലും ഖത്തർ മധ്യസ്ഥരാകുന്നത്. പാകിസ്ഥാന് ആ വിശ്വാസ്യത ഇറാൻ നൽകുന്നുമില്ല. ഇറാനുമായും അമേരിക്കയുമായി ബന്ധമുള്ള പാകിസ്ഥാൻ പക്ഷേ അമേരിക്ക പറഞ്ഞിട്ടാണ് ഇവിടെയെല്ലാം ഇടപെട്ടത്. പാകിസ്ഥാനോടുള്ള അവിശ്വാസം ഇറാൻ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഖത്തറാണ് ശരിക്കും മധ്യസ്ഥരെന്നും പാകിസ്ഥാനെ മുന്നിൽ നിർത്തുന്നത് അമേരിക്കയാണ് എന്നും ചില അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നു. നിർണായകമായ ഇറാൻ അമേരിക്ക ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ ഖത്തറിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അതേക്കുറിച്ച് അറിവ് പോലുമില്ലായിരുന്നു. എന്നിട്ടും തുടർ ചർച്ചകൾക്ക് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് അസിം മുനീറും ഇറങ്ങേണ്ടി വരുന്നുണ്ട്. ട്രംപിന്റെ പുതിയ ഭീഷണികളിൽ ഹോർമുസ് കടലിടുക്ക് ഏറ്റെടുക്കുന്നത് മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിൽ വിളിച്ചു ചേർത്ത യോഗത്തിനെത്തിയ പ്രതിനിധി സംഘത്തെ തട്ടിക്കൊണ്ടുപോകുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുക എന്നതും ഉൾപ്പെടുന്നു. ഇതേ തുടർന്നാണ് ഇറാൻ പ്രതിനിധികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇവരെ കാലുപിടിച്ച് തിരികെ എത്തിക്കുകയായിരുന്നു പാകിസ്ഥാനും ഖത്തറും. ഷഹബാസ് ഷെരീഫിന്റെ അസ്വസ്ഥമായ മുഖം TV സ്ക്രീനുകളിൽ നിറഞ്ഞിരുന്നു. ധാരണാപത്രത്തിൽ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും സ്ഥിരമായി അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിലും ദൈനംദിന ഭീഷണികളും പ്രത്യാക്രമണങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഇതിന് അർത്ഥമില്ല. അതിനാൽ ഇറാന് പൂർണ്ണ സുരക്ഷയുടെ ഒരു കാലയളവ് ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു അന്തിമ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഒരു പൂർണ്ണമായ അവസാനത്തിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അത് ഉറപ്പാക്കാൻ ഖത്തറിനോ പാകിസ്ഥാനിനോ കഴിയുന്നില്ല. വിശ്വസനീയമായ ഒരു ഗ്യാരണ്ടി ബഹുരാഷ്ട്ര രാജ്യങ്ങളുടെ പിന്തുണയുള്ളതായിരിക്കണം. അതായത് US വ്യാപാരത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യമുള്ള രാജ്യങ്ങളുടെ പിന്തുണ വേണം, അതായത് യൂറോപ്പ്. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് അവരെ വിശ്വാസമോ താല്പര്യമോമില്ല. ഖത്തറും പാകിസ്ഥാനും ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തരായ രാജ്യങ്ങളിൽ പെടുന്നവരല്ല. ഖത്തറിന് എണ്ണസമ്പത്തും മറ്റും ഉണ്ടെങ്കിലും സൈനിക ശക്തിയില്ല. ഗൾഫ് മേഖലയിലെ വലിയ സൈനിക ശക്തി സൗദി അറേബ്യയ്ക്കാണ്. പാകിസ്ഥാനാകട്ടെ ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യം എന്നതിനപ്പുറം ശക്തിയില്ലാത്ത രാജ്യമാണ്. സാമ്പത്തിക തകർച്ചയിലാണ് പാകിസ്ഥാൻ. അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടിൽ നിന്നുൾപ്പെടെ കടം വാങ്ങിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ലോകബാങ്കിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി നിൽക്കേണ്ട ഗതികേടിനെ കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പരസ്യമായി പറഞ്ഞിട്ടുള്ളതുമാണ്. അത്തരത്തിൽ അശക്തരായ രണ്ട് രാജ്യങ്ങൾ ശക്തരായ രാജ്യങ്ങൾ തമ്മിലെ തർക്കത്തിൽ ഇടപെടുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലോകത്തെ ശക്തരായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലെ ആദ്യ 10-ലുള്ള ഏതെങ്കിലും രാജ്യം മധ്യസ്ഥരാകണമെന്നാണ് ഇവരുടെ വാദം. പക്ഷേ അപ്പോഴും പ്രശ്നം ഇറാനും അമേരിക്കയും ഒരുപോലെ അംഗീകരിക്കുന്ന രാജ്യമാകണം അത് എന്നാണ്. സാമ്പത്തികവും മറ്റ് ഭൗമരാഷ്ട്രീയമായ അനിശ്ചിതത്വവും കാരണം
പാശ്ചാത്യ രാജ്യങ്ങളിലെ മിക്ക നേതാക്കളുടെയും ജനപ്രീതിയിൽ കുത്തനെ ഇടിവനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഗണിക്കുമ്പോൾ പൊതുവായി ഉയരുന്നത് ഇന്ത്യയുടെ പേരാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥരാകാനും ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഗതി നിർണ്ണയിക്കുന്ന ശക്തിയാകാനും പറ്റിയ അവസരവുമാണ്. പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങൾ ഒഴികെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളുമായും മോശമല്ലാത്ത ബന്ധമാണ് ഇന്ത്യക്ക്. ശത്രുത കാട്ടിയിരുന്ന ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും സ്ഥിതികൾ മാറി വരുന്നുണ്ട്. അതുപയോഗിച്ച് ഇന്ത്യക്കും ലോകത്തിനാകെയും മെച്ചമുണ്ടാക്കുന്ന തരത്തിൽ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയും. യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ അടിയന്തരമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇത്. സംഘർഷം രൂക്ഷമാകാതിരിക്കാനും പുതിയ യുദ്ധം ഉണ്ടാകാതിരിക്കാനും ശക്തരായ ഇന്ത്യയെക്കൊണ്ട് സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. താരിഫ് ഭീഷണി ഉയർത്തി പല നടപടികൾ സ്വീകരിച്ചിട്ടും ഇന്ത്യ കുലുങ്ങാത്തത് ഇറാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറാനുമായി ബന്ധം തുടരുമ്പോഴും ഇസ്രയേലുമായും അമേരിക്കയുമായും സൗഹൃദം കാത്തു സൂക്ഷിക്കാനും ഇന്ത്യ ശ്രദ്ധിച്ചു. ഈ നയതന്ത്രം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് സ്വീകാര്യമാണ്. അതിനാൽ ഇന്ത്യയാകണം ശക്തരായ മധ്യസ്ഥർ എന്ന വാദം ഉയരുന്നു. പക്ഷേ ഒരു സംഘർഷത്തിലും മധ്യസ്ഥരാകാൻ ഇല്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ലോകരാജ്യങ്ങൾ പരസ്യമായി ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഇന്ത്യ അതിന് തയ്യാറായേക്കുമെന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധർ കരുതുന്നത്.